എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു ചേരുവ പോലും ഇതിന് വേണ്ടിയിട്ട് ചേർത്തിട്ടില്ല. സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ വീട്ടിലുപയോഗിക്കുന്ന ഗോതമ്പ് പൊടിയും വെള്ളവും പിന്നെ കുറച്ച് ഓയിലും മാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇത്രയും ചേരുവകൾ വെച്ചിട്ട് എങ്ങനെ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കാമെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാ ചപ്പാത്തിയും നമുക്ക് ഒരേപോലെ നമുക്ക് പൊക്കിച്ചെടുക്കാനും പറ്റും. അതുപോലെ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിന്നിവിടെ കാണിക്കുന്നത് കുറച്ചധികം ചപ്പാത്തി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും അളവിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ അതനുസരിച്ചിട്ട് മാവ് എടുക്കുക. അപ്പോൾ 4 കപ്പ് ഗോതമ്പ് മാവിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഫ്രീസറിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് 2 കപ്പ് വെള്ളത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. 2 കപ്പും 1/4 കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെയാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കൈവച്ചിട്ട് നല്ല മയത്തിൽ തന്നെ ഇത് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മാവ് നമ്മളൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോഴാണ് ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് വരുന്നത്, ഇതിലെ ഗ്ലൂട്ടനൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റിലാണ് നമ്മുടെ മാവുള്ളത്. ഇതിന് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ മാവ് കുഴയ്ക്കുമ്പോൾ ഒരുപാട് ലൂസും ആകരുത്, ഒരുപാട് ടൈറ്റും ആകരുത്. ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൊടി വേണം, അതുപോലെ തന്നെ ചപ്പാത്തി പലകയും വേണം. ഇനി ഇത് ചെറിയ നാരങ്ങ വലുപ്പത്തിലാക്കിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തി നല്ലതായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉരുള നല്ല റൗണ്ടിൽ തന്നെ പരത്തുക. അപ്പോൾ നമുക്ക് കറക്റ്റ് റൗണ്ടിൽ തന്നെ ചപ്പാത്തി റോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് ഉരുട്ടിയെടുക്കുക. ഇതിനി പൊടിയിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ പരത്തുമ്പോൾ ഒരുപാട് പൊടി യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ചപ്പാത്തി നന്നായിട്ട് പൊങ്ങിക്കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പരത്തുമ്പോൾ ഒരുപാട് ബലം പ്രയോഗിച്ച് പരത്താതിരിക്കുക. വളരെ സോഫ്റ്റായിട്ട് ടച്ച് ചെയ്തിട്ട് ഇതുപോലെ കൈ കൊണ്ട് കഴിവതും തൊടാതിരിക്കുക. നമ്മൾ ഈ റോളർ വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ നമ്മൾ പ്രഷറും കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി നല്ല തിന്നായിട്ട് എല്ലാ ഭാഗവും ഒരേ കട്ടിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ ആയിട്ടുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയുക. ഇനി നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ തവയിലേക്കാണ് ചപ്പാത്തി ചുട്ടെടുക്കുന്നത്. അപ്പോൾ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 30 സെക്കൻഡ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കുമിളകൾ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഒന്ന് മറിച്ചിടുക. അതുപോലെ വീണ്ടും ഒരു 30 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. 30 സെക്കൻഡായി വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഈ തവി വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും ചപ്പാത്തി. തീ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇടേണ്ടത്. അപ്പോൾ തിരിച്ച് വീണ്ടും ഒന്നിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. എന്തെളുപ്പമല്ലേ? അപ്പോൾ ഒരുപാട് തവി ഇട്ടതൊന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാണ്. വളരെ ഈസിയാണ് ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ചപ്പാത്തി തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതുപോലെ എല്ലാ ചപ്പാത്തിയും ഒരേപോലെ തന്നെ പൊങ്ങിക്കിട്ടും. വളരെ സോഫ്റ്റാണ് ഈ ഒരു ചപ്പാത്തി. അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചിട്ട് വെച്ചിട്ട് ചൂടാക്കി കഴിക്കുകയാണെങ്കിലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ ഈ ചപ്പാത്തി ഫ്രീസറിൽ പ്രിസർവ് ചെയ്ത് ഒരാഴ്ചത്തേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്ക് വളരെ ഈസിയാണ് ഇങ്ങനെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഇനിയും ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് സോഫ്റ്റ് ആയില്ല എന്ന് പരാതി ഉള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി കിട്ടും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് തവി ഇട്ട് നമ്മൾ അതിൽ പ്രസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഒരുപാട് പൊടി ഇട്ടും പരത്താൻ പാടില്ല. അപ്പോൾ ഒരുപാട് വെള്ളം കൂടി പോകരുത്. കറക്റ്റ് വെള്ളം പരുവത്തിന് എടുക്കുക.
അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.